മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട GK ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. ഇത് ഒരു ഓഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുമ്പം ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ടാവും. അപ്പോൾ അത്രയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ ആൻസർ ഓഡിയോ രൂപത്തിലാവുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയായി കണക്കാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ അത് കുറച്ചും കൂടി ശ്രദ്ധാപൂർവം കേൾക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ റൈറ്റിങ്സ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് വായിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, $1 ട്രില്യൺ എന്ന അപൂർവമായ വിപണി മൂല്യം നേടിയ ആദ്യത്തെ ഒരു നോൺ ടെക്നോളജി കമ്പനി ഏതാണ് എന്നുള്ളതാണ്. അത് ബെർക്ക് ഷെയർ ഹതാവേ എന്നാണ്. ബെർക്ക് ഷെയർ ഹതാവേ. $1 ട്രില്യൺ എന്ന അപൂർവമായ വിപണി മൂല്യം നേടിയ ആദ്യത്തെ നോൺ ടെക്നോളജി കമ്പനിയാണ് ബെർക്ക് ഷെയർ ഹതാവേ. മനുഷ്യൻ്റെ ജീവനുള്ള ചർമ്മകോശം ഉപയോഗിച്ച് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. കുപ്രസിദ്ധ അധോലോക നായകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതിനെ തുടർന്ന് 60 ദിവസത്തെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. തടിയിൽ നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻ്റഡ് മോസ്ക് എവിടെയാണ്? ജിദ്ദ. നാറ്റോയുടെ 32ാമത്തെ അംഗരാജ്യമാണ് സ്വീഡൻ. അൺടിൽ ഓഗസ്റ്റ് ആരുടെ നോവലാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യമാണ്? റൊമാനിയ. ദക്ഷിണ കൊറിയ വികസിപ്പിച്ചെടുത്ത വായുവിലൂടെ കഴിക്കാവുന്ന ഏത് കോളറ വാക്സിനാണ് 2024 ഏപ്രിലിൽ ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയത്? അത് UV-CoL-S എന്നാണ്. UV-CoL-S. അടുത്തത് LGBT വിഭാഗത്തിലെ ഒരു വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആദ്യമായി അന്തർദേശീയ റെയിൻബോ ടൂറിസം കോൺഫറൻസ് നടത്തിയ രാജ്യമാണ് നേപ്പാൾ. അടുത്തത് സോംബി ഡ്രഗ് ക്രൈസിസിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് സിയറ ലിയോൺ ആണ്. സിയറ ലിയോൺ. അടുത്തത് ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഇക്വഡോർ. യുനെസ്കോയുടെ 2024 ലോക പുസ്തക തലസ്ഥാനമാണ് സ്ട്രാസ്ബർഗ്. യുനെസ്കോയുടെ 2024 ലോക പുസ്തക തലസ്ഥാനമാണ് സ്ട്രാസ്ബർഗ്. പവിഴപ്പുറ്റുകളുടെ സംരക്ഷണാർത്ഥം നക്ഷത്ര മത്സ്യങ്ങളെ കൊന്നൊടുക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ആധുനിക കാലത്ത് തങ്ങളുടെ ഭൂപ്രദേശത്തെ എല്ലാ ഹിമാനികളെയും നഷ്ടമായ ആദ്യത്തെ രാജ്യമാണ് വെനസ്വേല. അടുത്തത് ഇസ്രായേലി പാസ്പോർട്ടുള്ളവർക്ക് 2024 ജൂണിൽ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മാലിദ്വീപ്. അടുത്തത് ബഹിരാകാശത്ത് 1000 ദിവസം തികച്ച ആദ്യത്തെ വ്യക്തിയാണ് ഒലെഗ് കൊനോനെങ്കോ. റഷ്യൻ്റെ വ്യക്തിയാണ് ഒലെഗ് കൊനോനെങ്കോ. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യമാണ് ഇറ്റലിയാണ്. 2024 G7 ഉച്ചകോടി നടന്നത് ഇറ്റലിയിലാണ്. ഇനി ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം നിയമവിധേയമാക്കിയ തെക്കിഴക്കേഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് തായ്ലാൻഡ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് 100ാമത്തെ അംഗരാജ്യം പരാഗ്വേ. കന്നുകാലികൾക്കുമേൽ കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഡെൻമാർക്ക്. കന്നുകാലികൾക്ക് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയത് ഡെൻമാർക്കാണ്. കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ജീവശിഖാ ജാഥ വിമോചന സമരം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1921 ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ സൂചിപ്പിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? പാലിയം സത്യാഗ്രഹം. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. തിരുവിതാംകൂറിലെ ഏത് നേതാവിൻ്റെ രചനയാണ് 1114 കഥ?
അക്കമ്മ ചെറിയാൻ. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷമാണ് 2006. പ്രീതിഭോജനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 19-ാം നൂറ്റാണ്ടിലെ മലബാറിലുണ്ടായ മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ കർഷക പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തിപ്പോന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. കുറിച്യ കലാപം. കോൽക്കാർ എന്നറിയപ്പെടുന്ന തദ്ദേശീയ സൈന്യത്തെ ബ്രിട്ടീഷുകാർ രംഗത്തിറക്കിയത് ഏത് കലാപം അടിച്ചമർത്താനാണ്? പഴശ്ശി കലാപം. ലന്തക്കാർ എന്ന് വിളിച്ചത് ഏത് ദേശക്കാരെയാണ്? ഡച്ചുകാർ. നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടത്? തമിഴ്നാടിൻ്റെ. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടിയിലൂടെയാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പിട്ടത്? ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പിട്ടതാരാണ്? ടിപ്പു സുൽത്താനാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയതാരാണ്? വെല്ലസ്ലി. ദത്താവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ഡൽഹൌസി. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറച്ചുമാറ്റിയ ബംഗാളിലെ ഒരു പട്ടുനൂൽ കൃഷിക്കാരനാണ് നഗോഡകൾ. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിത്തുടങ്ങിയത് 1853 ഏപ്രിൽ 16-നാണ്. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് വന്നത്? ബോംബെ ടു താന. തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്ന വർഷമാണ് 1861 മാർച്ച് മാസമാണ്. ലോകത്താദ്യമായി ഒരു 6G ഉപകരണം പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയാണ് വിക്ടോറിയ ഷീ. ഡെങ്കി വൈറസിന് എതിരായിട്ട് ജപ്പാൻ നിർമ്മിച്ച ഏത് വാക്സിനാണ് 2024 ലോകാരോഗ്യ സംഘടന അംഗീകാരം കൊടുത്തത്? ടാക്ക് 003. ടാക്ക് 003. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടന്നത് നെതർലാൻഡിലാണ്. ഹൈഡ്രജൻ ഉച്ചകോടിയാണ്. ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടന്നത് നെതർലാൻഡിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ 2024 ജൂലൈയിൽ കണ്ടെത്തി. ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിൽ. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ദിവസമായി കണക്കാക്കപ്പെടുന്നത് എന്താണ്? 2024 ജൂലൈ 21. തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകിയ നിയമം പാസാക്കിയ രാജ്യമാണ് തുർക്കി. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റ് 14-ന് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ രോഗമാണ് എംപോക്സ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരമാണ് 1858 വിളംബരം.